ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ നമ്മുടെ ഒരു വിഷുദിനമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്ന നല്ല സ്പെഷ്യൽ വിഷുദിനമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുലർച്ചെ എണീറ്റ് നമ്മുടെ കണ്ണനെ രാവിലെ തന്നെ കണിയുണ്ട്, എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഉച്ചത്തേക്കുള്ള സദ്യ ഒരിക്കലാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്നൊരു വിഷു സ്പെഷ്യൽ ഡേ വ്ളോഗാണ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷു ആയിട്ടുള്ള എല്ലാ കാര്യപരിപാടികളും നമ്മൾ ഇതിലൂടെ കാണിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യപരിപാടികൾക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിൽ പോയി ഇവിടുത്തെ കണ്ണനെ ആദ്യം കണിയുണ്ട്, ഇവിടുത്തെ കണ്ണനെ പോയി കണ്ട് പ്രസാദം കൊടുന്നു. നമ്മൾ കുറച്ച് നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ വിഷുവായിട്ട് നമ്മളെല്ലാവരുടെ അടുത്തും പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വാഴയിലയിൽ നല്ല സദ്യയൊക്കെ ഉണ്ടിട്ടാണ് നമ്മളിനി പോകാൻ പോകുന്ന സ്ഥലം. ഞാൻ അപ്പോൾ പറയാം, ഇപ്പോൾ പറയുന്നില്ല. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണ സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞു. ഗൈസ്, എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. അപ്പോൾ നല്ല അച്ഛനോടെ എല്ലാവരും ഉണ്ടാക്കത്തോടി സദ്യ തന്നെയായിരുന്നു. ആദ്യം തന്നെ എൻ്റെ അമ്മയാണ് ഓടിപ്പോയിരുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ നേരെ വൈകിയപ്പോൾ അത് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന്. അങ്ങനെ നമ്മൾ ശരിക്കും നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കൊച്ചിയാണ്, നമ്മുടെ സ്വന്തം കൊച്ചിയിരിക്കുന്ന കേസ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലോക്കിലൊക്കെ ഇടയ്ക്ക് പെട്ടു. അത് കുറച്ച് നേരം എടുക്കുമെന്ന് ചോദിച്ചാൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ എടുക്കാൻ പറ്റുന്നത് എടുക്കുന്നുണ്ട്. വീഡിയോ കേസ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ബ്ലോക്ക്. നമ്മൾ എന്ത് ചെയ്യാനാ, എന്തായാലും എടുത്തല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ എൻ്റെ അമ്മേനെ ഞാൻ മമ്മീന്നാണ് വിളിക്കുക. അപ്പോൾ മമ്മീനെ വിളിച്ച് സ്ഥലമൊക്കെ ചോദിച്ചു വീട്ടിൽ പോകാനുള്ളത്. നമ്മൾ അവിടെയൊക്കെ പോയി വന്നു, അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പോയി എല്ലാവരെയൊക്കെ കണ്ട് വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വേറൊരു കാര്യത്തിലാണ് ഇന്നലെ നമ്മൾ വൈകുന്നേരം തന്നെ നമ്മളൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ സോഫ സീറ്റിലാണ് പോയി കാണുന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിപ്പോൾ ലിഫ്റ്റിന് കാത്തുകണം. ലിഫ്റ്റ് കയറി ഇറങ്ങി നമ്മൾ ലിഫ്റ്റിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വന്നു ഗൈസ്, കാരണം നമ്മൾ സിനിമ ബുക്ക് ചെയ്തതിനെക്കാട്ടിലും നേരത്തെ വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് സ്റ്റൈലിൽ പോയിട്ട് അച്ഛൻ്റെ ഷർട്ടൊക്കെ നോക്കി. പക്ഷേ നമുക്കൊന്നും കിട്ടില്ല ഗൈസ്, നമ്മൾ വെറും കേട് വന്നു. വിഷമമുണ്ട് ഗൈസ്, എങ്കിലും നമുക്ക് വെറും കേട് വരേണ്ടി വന്നു. അടുത്തത് നമ്മൾ അമ്മയുടെ സെക്ഷൻ, അതായത് എനിക്കുണ്ടാകുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ അവിടെ ഒന്നുമില്ല, വെറും കേട് വരേണ്ടി വന്നു. എന്തൊരു ഭാഗ്യമല്ലേ, ശല്യപ്പോട്ടെ. അപ്പോൾ നമ്മൾ വേറൊരു സന്തോഷത്തോടു കൂടി നമ്മൾ KFC തിന്നാൻ പോകാണ്. KFC ഇല്ലാതെ നമുക്കൊരു കളിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം അച്ഛനമ്മേനെ എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കയറി, എന്നിട്ട് അച്ഛൻ കയറിയില്ല. പക്ഷെ അച്ഛൻ പതുക്കെ കയറി വന്നു ഗൈസ്. KFC പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അതായത് സ്റ്റിപ്സും പിന്നെ ഒരു ബർഗർ എനിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് നമ്മൾ കാണുമ്പോൾ പടം എല്ലാം ഗൈസ് വർഷങ്ങൾക്ക് ശേഷം നല്ല അടിപൊളി പടം, അതാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് കണ്ടിട്ട് പറയുന്നുണ്ട്, ഒരു കോമഡി പടമാണ്. അപ്പോൾ ആ പടം കാണാനുള്ള തിരക്കാണ് ഗൈസ്. ഇത്രയും പേര് നമ്മൾ വിചാരിച്ചേക്കാട്ടിലും ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സിനിമ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പരസ്യമാണ്. അപ്പോൾ ഇരുട്ടത്താണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് കോപ്രായങ്ങളൊക്കെ അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് പടം കണ്ട് 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഉറക്കത്തിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്ലോക്ക് രണ്ടിലൊക്കെ പെട്ടു. ഞാൻ ഉറക്കപ്പിച്ചിലിരിക്കുകയാണ് ഗൈസ്, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഞാൻ കുപ്പറയും കാണിച്ചിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ഛൻ വാർത്തയൊക്കെ ഇട്ട് നമ്മൾ അത് കാണാനായിട്ട് ഞാൻ സോഫയിൽ അങ്ങോട്ട് കിടന്നു. സമയം എന്താ ഗൈസ്, 10:10 ഉറങ്ങാറായില്ലേ. വന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങായി ഗൈസ്. അപ്പോൾ ബൈ ബൈ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ആശംസകൾ.